ദ തിങ് ഈസ് ദാറ്റ് ഈ റിപ്പോർട്ടുകൾ ആർക്ക് കൈമാറുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൈമാറപ്പെടുന്നു, എന്ത് ആക്ഷൻ എടുക്കുന്നു, അങ്ങനെയും ചോദ്യങ്ങൾ വന്നേക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്യൂട്ടീസ് ഈസ് നോട്ട് പെർഫോംഡ് ബൈ ദി ഓഫീസ് ഓഫ് CAG? ഇവിടെയും എന്താണ് ചോദ്യം? ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷനിൽ നിന്നാണ് ചോദ്യം. ഫങ്ഷൻസ് ഓഫ് CAG. To audit and report on all expenditure from the Consolidated Fund of India, അത് പുള്ളിയുടെ ഡ്യൂട്ടിയാണ്. To audit and report on all expenditure from the Contingency Fund and Public Account, അതും പുള്ളിയുടെ ഡ്യൂട്ടിയാണ്. To audit and report on all trading, manufacturing, profit and loss account, അതും പുള്ളിയുടെ ഡ്യൂട്ടിയാണ്. To control the receipt and issue of public money and to ensure that the public revenues loads in the exchequer. To control and receipt of money, ഒരു മണി എക്സ്പെൻഡിച്ചർ അത്രയും ചിലവാക്കേണ്ട കാര്യമില്ല, ഒരു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇതിൽ നിന്ന് അത്രയും ഫണ്ട് പിൻവലിക്കേണ്ട എന്ന് പറയുന്ന പുള്ളിക്ക് അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. സോ ബജറ്റ് പാസ്സാക്കുന്നു, ഫണ്ട് വിഡ്രോ ചെയ്യുന്നു, ഫണ്ട് ഉപയോഗിക്കുന്നു, ചെലവാക്കുന്നു. ചെലവാക്കിയതിന് ശേഷം വിലയിരുത്തുന്ന ഓഡിറ്റ് ചെയ്യുന്ന ആൾ മാത്രമാണ് ആര്? CAG. അല്ലാതെ ആ ഒരു സ്കീമിന് അത്രയും ഫണ്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്ന CAGക്ക് അധികാരമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ 100 കോടി എടുക്കേണ്ട 50 കോടി എടുത്താൽ മതി എന്ന് പറയുന്ന CAGക്ക് അധികാരമുണ്ടോ? ഒരിക്കലും ഉണ്ടായിരിക്കുന്നില്ല. സോ ഹി ഓർ ഷി ഹാസ് നോ കൺട്രോൾ ഓവർ ദ റിസിപ്റ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് പബ്ലിക് മണി. ദാറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദി CAG. സോ ഡി ഈസ് എ നോട്ട് ഫംഗ്ഷൻ. സോ ഡി ഈസ് അവർ കറക്റ്റ് ആൻസർ. ക്ലിയർ? Which of the following or who of the following shall cause every recommendation made by the Finance Commission to be laid before each house of the Parliament? ഒന്നുമില്ല, ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് ആര് പാർലമെന്റിലേക്ക് സമർപ്പിക്കുന്നതാണ് ചോദ്യം. ആരാ സമർപ്പിക്കുന്നത്? നത്തിങ് ബട്ട് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെയും ചോദ്യം എന്താണ്? ഈ പറയുന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രപതി ഏതൊക്കെയാണ് പാർലമെന്റിൽ കൈമാറുക എന്നാണ് ചോദ്യം. അവിടെയും എന്തുണ്ട്? യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്ത്? ആര് പാർലമെന്റിന് കൈമാറുന്നു ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട്? ഓപ്ഷൻ എ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ പഴയ ചോദ്യത്തിൽ 4 റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചു, ഇവിടെ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് മാത്രം എന്ത് ചെയ്യുന്നു? ചോദ്യം ചോദിക്കുന്നു. വിച്ച് മീൻസ് UPSC പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. മുന്നേ ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും UPSC ആവർത്തിച്ച് പലപ്പോഴും എന്തിനു സാധിക്കുന്നു? കാണാൻ സാധിക്കുന്നുണ്ട്. സോ തിങ് ഈസ് ദാറ്റ് പ്ലീസ് ലേൺ ദി PYQs മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്. ഒരു ചോദ്യം വായിച്ച് ഉത്തരം പഠിക്കുന്നതല്ല PYQ പ്രിപ്പറേഷൻ. പകരം ഒരു ചോദ്യം വായിച്ച് ഉത്തരം A ആണെങ്കിൽ എന്തുകൊണ്ട് Bയും Cയും Dയും അല്ല എന്നും പഠിക്കേണ്ടതാണ്. Bയും Cയും Dയും എന്താണെന്നും പഠിക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി മീൻ ബൈ ദിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ. ആൻഡ് അഷ്വർ യു ദാറ്റ് അങ്ങനെ കഴിഞ്ഞൊരു 20-25 വർഷത്തെ PYQs നിങ്ങളിങ്ങനെ ഓരോരോ ഓപ്ഷൻസും വിലയിരുത്തി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന വർഷം ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 15 ക്വസ്റ്റ്യൻസ്. പൊളിറ്റിന് മാത്രമല്ല, മൊത്തത്തിൽ യു ക്യാൻ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 15 ക്വസ്റ്റ്യൻസ്. അത് ഷോർട്ടാണ്. തിങ് ഈസ് ദാറ്റ് പ്ലീസ് പ്രാക്ടീസ് PYQs മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ. Which of the following authorities recommends the principles governing grants in aid of the revenues to the states out of Consolidated Fund of India? റവന്യൂ കേന്ദ്ര ഫണ്ട് സ്റ്റേറ്റിന് എങ്ങനെ കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആരായിരിക്കും? ഓപ്ഷൻ എ, ഫിനാൻസ് കമ്മീഷൻ. കൺസിഡർ ദി ഫോളോയിങ് ഓർഗനൈസേഷൻസ് ബോഡീസ് ഇൻ ഇന്ത്യ. ചോദ്യം, ഹൗ മെനി ഓഫ് ദി അബവ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്? ഈ തന്നിരിക്കുന്ന 4-നകത്ത് ഏതിനെക്കുറിച്ചൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമായിട്ട് പറയുന്നു എന്നാണ് ചോദ്യം. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, യെസ്, ദാറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, ഒരിക്കലുമല്ല. ദിസ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നാഷണൽ ലോ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ അതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അങ്ങനെയാണ് പോലും എന്തല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. സോ തന്നിരിക്കുന്ന 4 സ്ഥാപനങ്ങളിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ആർട്ടിക്കിൾ പ്രകാരം വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഏതൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇത് ഫോം ചെയ്ത് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഹോപ്പ് യു നോ ദാറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഓൺലി 1. Okay, that's all regarding our various constitutional and non-constitutional bodies. I repeat, ഒരു ഡ്രൈ ഏരിയ ആണെന്നറിയാം, ഫാക്ട്സ് മാത്രമുള്ള ഒരു ഏരിയ ആണെന്നറിയാം, വേറെ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ പഠിച്ചേ മതിയാവും. കാരണം ഇവിടെ നിന്ന് UPSC എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്.
സോ ഒരുപാട് ഫാക്ട്സ് അടങ്ങിയിരിക്കുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ വഴിയില്ല. യു റിവൈസ് ദിസ് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടൈംസ്. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല, നിങ്ങൾക്ക് എത്ര വട്ടം വായിക്കാൻ സാധിക്കുന്നു. കാരണം പല ഒഫീഷ്യൽസിന് ടേം 4 വർഷമായിരിക്കാം, ചിലർ 5 വർഷമായിരിക്കാം, ചിലർ 6 വർഷമായിരിക്കാം, ചിലർക്ക് 62 വയസ്സായിരിക്കാം, ചിലർക്ക് 65 വയസ്സായിരിക്കും, ചിലർക്ക് 70 വയസ്സായിരിക്കാം. മനസ്സിലായില്ലേ? സോ പലതിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. റിമൂവൽ ഗ്രൗണ്ട്സ് പലരുടെയും എന്താണ് വ്യത്യാസമാണ്, ക്വാളിഫിക്കേഷൻസ് പലരുടെയും എന്താണ് വ്യത്യാസമെന്നാണ്, റിമൂവ് ചെയ്യുന്നത് പലരുടെയും എന്താണ് വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ പല പല വ്യത്യാസങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫാക്ട് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും കൺസെപ്റ്റുകളും നന്നായിട്ട് മൾട്ടിപ്പിൾ ടൈം വായിച്ചതിന് ശേഷം അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചതിന് ശേഷം PYQസും പഠിച്ചതിന് ശേഷം യു ട്രൈ പ്രാക്ടീസിങ് മോക്ക് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴിയിലൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കണ്ടന്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അന്നൊക്കെ എന്ത് തന്നെയായിരിക്കും, ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. So that's all regarding the various independent bodies. Let's wind up the session. Thank you then. Bye.